വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് മുത്തുമണികളെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ അതേ രാവിലത്തെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ തിളച്ചു, ചായയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ചായ ഞാൻ കപ്പിലേക്ക് പാത്തൂസിന് കുടിക്കാൻ എണീറ്റ്. പാത്തൂസ് എൻ്റെ പുറകെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ ഫേസ് കാണിക്കാൻ അയച്ചപ്പോൾ അവളെ സമ്മതിക്കുന്നില്ല, കരച്ചിലായിരുന്നു. അപ്പോൾ ആ ഭാഗം ഞാൻ കട്ട് ചെയ്തതാണ്. പിന്നെ പുട്ടിനുള്ള പൊടിയൊക്കെ ഇതേ നനച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. പിന്നെ ഇതേ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് എടുത്ത് വെച്ചു, ബാക്കി ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് വൈകുന്നേരം കഴുകി വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി ഞങ്ങളിതേ പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കുളിയൊക്കെ കഴിഞ്ഞു, ഞങ്ങളിതിങ്ങനെ ഇറങ്ങാണ് കേട്ടോ. സുഡാപ്പീനെ കൊണ്ട് കരാട്ട ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ ദേ അതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് പാവത്തിനൊന്ന് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ദേ ഞങ്ങൾ കരാട്ട ക്ലാസ്സിനൊക്കെ പോയി വന്നു കേട്ടോ. ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ലേ. പിന്നെ ദേ പുട്ടായിരുന്നു, പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വരുമ്പോൾ കടയിൽ കയറി അങ്ങനെ പഴമൊക്കെ മേടിച്ച് കൊണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടും പഴമാണ്. പിന്നെ ദേ ബീൻസ് ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഇനി നന്നാക്കാനുള്ള ബാക്കി ബീൻസാണ് കേട്ടോ. കുറച്ചൊന്ന് നന്നാക്കി ബാക്കി ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങയില പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ കറി വെക്കാന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് മുരിങ്ങയിലയുടെ കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ നാളികേരം അരച്ച് മുരിങ്ങയിലൊക്കെ കറി വെച്ചിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ അതൊക്കെ ഇന്നൊന്ന് വെച്ച് നോക്കാമല്ലോ വിചാരിക്കാം. നമ്മുടെ നാടൻ കറികളാണ് കേട്ടോ. മുരിങ്ങയില, പരിപ്പ് കറി, അതുപോലെ തന്നെ ചക്കക്കുരു, മാങ്ങ അതൊക്കെ ഇട്ടിട്ട്. പക്ഷേ സത്യം പറയാമല്ലോ, എനിക്ക് ഈ പ്രാവശ്യം ചക്ക ഒരു ചെറിയൊരു പീസ് പോലും കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു കണ്ടം പോലും കിട്ടിയിട്ടില്ല കഴിക്കാനായിട്ട്. അപ്പോൾ അതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെ വീഡിയോസ് കാണുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ ചക്ക നന്നാക്കുന്നതും ചക്കക്കുരു കറി വെക്കുന്നതും ഒക്കെ കാണുമ്പോഴേ ഒത്തിരി കൊതിയാകുന്നുണ്ട് കേട്ടോ. നമ്മുടെ മെയിൻ കറിയാണ് കേട്ടോ. ഇന്ന് എന്താ കറി? ഇന്ന് ചക്കക്കുരും മാങ്ങയും മുരിങ്ങക്കായും. പിറ്റേ ദിവസം ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ഇന്ന് മുരിങ്ങക്കായും ചക്കക്കുരും മാങ്ങയും. എന്നും തിരിച്ചും മറിച്ചൊക്കെ പറയൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ദേ മുരിങ്ങയിലൊക്കെ പൊട്ടിച്ചുകൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ മുരിങ്ങയില അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞ് നന്നാക്കാൻ വെച്ചിട്ട്. പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ട്. നല്ല വെയിലാകുമ്പോഴേക്കും തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാൻ വെച്ചിട്ടാണ്. അപ്പോൾ വാഷിംഗ് മെഷീന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ അലക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ കുറച്ച് തുണി, ഇപ്പോൾ നമ്മൾ 4 പേരാണെങ്കിൽ 4 പേരുടെ ഓരോ ജോഡി വെച്ചിട്ട് നമുക്ക് അതിലിടാൻ പറ്റും. അതിൽ കൂടുതൽ ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കാണ്ടിരുന്നത് നമ്മൾ ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മൊത്തത്തിൽ തുണി ഇട്ടിട്ടാണല്ലോ അലക്കാൻ, ഒരു 3/4 ഭാഗത്തോളം ഇട്ടിട്ട്. ഇതിപ്പോൾ അങ്ങനെയല്ല, ഞാൻ കുറച്ച് തുണി ഉണ്ടായപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയതായിരുന്നു കേട്ടോ. പക്ഷേ അലക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് അവസാനം എത്തുമ്പോൾ കറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് തുണി ഇട്ടിട്ട് അതിൽ തന്നെ അലക്കിയെടുത്തു കേട്ടോ. ഇന്ന് വേറെ എന്താ പറയുക, കുറച്ച് പണികളൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ അലക്കാനും കൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും നടക്കൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിലിട്ടിട്ട് നമുക്ക് വേറെ പണികൾ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ. പിന്നെ അതേ സ്പീഡൊന്ന് കൂട്ടിക്കൊടുത്താണ് കേട്ടോ. അതിന് തുണികളൊക്കെ അതേ വേഗം അറിയിടുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ ബീൻസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് താമസിക്കുന്ന ഒരു ചേച്ചി കൊണ്ടുത്തന്നതാണ് കേട്ടോ. ആളിവിടുന്ന് പോയതാണ്, എന്നാലും ആളുടെ വീട് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഇപ്പോൾ അവർ താമസിക്കുന്നിടത്ത് എന്താ മരം ഒടിഞ്ഞു വേണ്ടിയിട്ട് അങ്ങോട്ട് മാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾക്കും കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു വീഡിയോ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഈ ബീൻസ് നന്നാക്കണ സമയത്ത്. അപ്പോഴാണ് അതിൽ ഞാൻ കണ്ടത് മുരിങ്ങക്കായും ചക്കക്കുരു മാങ്ങയും കറി വെക്കുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യലിച്ചു, ഫ്രിഡ്ജിൽ ഒരു മുരിങ്ങക്കായ ഇരിക്കുന്നുണ്ട്, അത് മാങ്ങിയിട്ടിട്ട് അങ്ങോട്ട് കറി വെക്കാം. ചക്കക്കുരു എന്തായാലും ഇല്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹം ഇങ്ങനെ അങ്ങോട്ട് തീർക്കാലോ വെച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് പരിപ്പ് കുക്കറിലേക്ക് ഇട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ പീസ് മാങ്ങ കേട്ടോ. ഈ മാങ്ങ നല്ല പുളിയുണ്ട്. ഞാൻ ഒരു കഷ്ണം കടിച്ച് നോക്കിയപ്പോൾ നല്ല പുളിയുണ്ട്. ചെറിയ ഒരു കഷ്ണം മാങ്ങ, ഒരു മാങ്ങയുടെ ഒരു ചെറിയൊരു ഭാഗം ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു മുരിങ്ങക്കായും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഞാൻ വിസിലടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതങ്ങനെ അടുപ്പത്തേക്ക് വെക്കുകയാണ്. പിന്നെ ഞാനിതിവിടെ ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ബീൻസ് ഒന്ന് കഴുകി മാറ്റി വെച്ചതാണ്. പിന്നെ അതിലേക്ക് ഞാനിതേ കുറച്ച് നാളികേരം കൂടി ചിരവിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയിലേക്കുള്ളതും ഉണ്ട്, പിന്നെ നമ്മുടെ ബീൻസിലേക്കുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ബീൻസ് ഒന്ന് കഴുകിയെടുത്ത ആ ബീൻസിലേക്ക് ഞാൻ ഇതേ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്.
എളുപ്പപ്പണിക്കാണ് കേട്ടോ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചതിൻ്റെ ശേഷം ചേർത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യണ എളുപ്പപ്പണിയാണല്ലോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നാളികേരും ഉപ്പൊക്കെ ഒന്ന് ചേർത്തതിൻ്റെ ശേഷം കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തേ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അപ്പോൾ പച്ചമുളക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, അതൊന്നും ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് ഏറിപ്പോയതാണ് കേട്ടോ. ഇതേ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തത്. മഞ്ഞൾപ്പൊടി വെറുതെ ചേർക്കുന്നതാണ് കേട്ടോ, അധികമൊന്നും വേണ്ട, കളറിന് വേണ്ടിയിട്ടല്ല, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പച്ചക്കറിക്ക് വേവിച്ചെടുക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ പരിപ്പും മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് അരച്ച് വെച്ച നാളികേരം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നാളികേരത്തിൽ വേറെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല, വെറുതെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ നാളികേരം ഒഴിച്ചു കൊടുത്തു. ഇനി കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ചട്ടിയിലാണ് കേട്ടോ കാച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കുക്കറും കൂടി ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനത്തെ പരിപാടി ചെയ്യും കേട്ടോ. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ചട്ടി വെച്ച് കടുക് പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ചു നമ്മുടെ നാടൻ കറിയല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും ചട്ടിയിലേക്ക് അങ്ങോട്ട് മാറ്റാമല്ലോ വിചാരിച്ചു. അപ്പോൾ അടുപ്പിൽ കത്തിക്കാത്തതിനൊരു കാരണം ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, അവിടെ മഴ പെയ്തിട്ട് ഫുൾ അടുപ്പിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ വെള്ളം വരുന്നത്. അപ്പോൾ ഇനി അതൊന്ന് ഇതാക്കി എടുക്കാനുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ചില ഭാഗങ്ങൾ ഇങ്ങനെ ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് മൂടി കൊടുത്തേക്കാണ്. ഇനി മോൾ ഭാഗം ഒന്ന് എന്തെങ്കിലും വെച്ച് കെട്ടണം എന്ന്. ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു ഷീറ്റ് കെട്ടിയതായിരുന്നു, എന്നാലും വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അടുപ്പിൽ കത്തിക്കാത്തത്. എനിക്ക് അടുപ്പിൽ പാചകം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മളിങ്ങനത്തെ നാടൻ കറികളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിലായിരിക്കുമല്ലേ ടേസ്റ്റ് കൂടുതൽ. ഞാൻ അങ്ങനെ തന്നെയാണ് എടുത്ത് തയ്യാറാക്കാലും. അങ്ങനെ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് കറി ഞാൻ ആ കറി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കറി ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, അറിയാതെ പറഞ്ഞു പോയതാണ്, വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. അങ്ങനെ ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. മുരിങ്ങക്കായൊന്നും വെന്ത് ഒടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി കറി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് മാറ്റാം കേട്ടോ. അങ്ങനെ കറി നല്ലോണം തിളച്ചതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിഞ്ഞ് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്ത ഭാഗം ഒന്നെന്തോ ഇവിടെ കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. ഫോണൊന്ന് സ്റ്റെക്കായിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ. അങ്ങനെ കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് വന്നാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്താണ് മുകളിൽ നിന്നൊരു സ്പൂണ് അതിലേക്ക് തന്നെ കറക്റ്റ് വീണു കേട്ടോ. എന്തായാലും പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു, വേഗം തന്നെ എടുത്ത് മാറ്റിയിട്ടോ, വേഗം ഉരുകി പോകുമല്ലോ. അങ്ങനെ കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ചമുളക്, നമുക്ക് ആവശ്യത്തിനുള്ള മുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ തീയൊന്ന് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ കടുകൊക്കെ ഇങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ബീൻസ്, നമ്മൾ എന്താ പറയുക, ഉപ്പും നാളികേരമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീൻസും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായതായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി, അധികം മഞ്ഞ കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. അപ്പോൾ ഈ കളർ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഞാൻ കടുകും പച്ചമുളകും കറിവേപ്പിലും ഒക്കെ കൂടി നല്ലപോലെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ സാധാരണ എന്താ പറയുക കാബേജൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കാറ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ചാള നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്നും നമ്മൾ ചാള നന്നാക്കണം അതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വെറുപ്പായിരിക്കും, അതുകൊണ്ട് ഞാൻ കാണിക്കാണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ചാള കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം, പൊരിച്ചെടുക്കാനാണ് കേട്ടോ ചാള. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെയാണ് ഞാൻ അതിലേക്ക് പെരുംജീരകം ഞാനിവിടെ പൊടിച്ച് വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിങ്ങനെ നമ്മൾ മീൻ പൊരിക്കുന്ന സമയത്തൊക്കെ ചേർത്ത് കൊടുക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു ചോയയും കൂടി കിട്ടുമ്പോൾ അങ്ങനെ ഞാൻ ഇതിലേക്ക് പെരുംജീരകം കുറച്ച് കുരുമുളക് പൊടി കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പാത്തൂസൊക്കെ കഴിക്കണ കാരണം കൊണ്ട് അധികമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെയാണ് ആ ഓർമ്മ വന്നിട്ടോ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ മസാല റെഡിയാക്കി നമ്മളൊരു 10 മിനിറ്റൊക്കെ വെക്കുക. 10 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. കുറേ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം വെക്കാം കേട്ടോ. അപ്പോൾ അവിടെ മക്കൾ വെയിറ്റിംഗ് ആണ് ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ. ഇത് കുറച്ച് ലൈറ്റായിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ റെഡിയായി വരുമ്പോൾ. അപ്പോൾ അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ എന്തായാലും പിന്നെ രാവിലെ തന്നെ ഇപ്പോൾ കഴിയുന്നുണ്ട് കേട്ടോ. മക്കൾ പിന്നെ എന്തായാലും ക്യാമ്പിൽ വൈകുന്നേരം ക്യാമ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ കുളിക്കാറ്. രാവിലെ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് മേലൊക്കെ കഴുകി പോവും, വൈകുന്നേരം വന്നിട്ടാണ് പിന്നെ തലയൊക്കെ ഒന്ന് കുളിക്കണത് കേട്ടോ. അങ്ങനെ മീനിൽ മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ച് പിന്നെ പാനിൽ എണ്ണയൊക്കെ ഒഴിച്ച് മീൻ പൊരിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബീൻസ് ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ മാങ്ങ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാങ്ങ എടുത്തിട്ട് അപ്പം തന്നെ കഴിക്കാനുള്ള ഒരു അച്ചാറാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങ ചെറിയ പീസാക്കി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി പേരിന് കേട്ടോ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം 1 ടീസ്പൂൺ മതി കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. അങ്ങനെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ടും ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് വിനാഗിരി ഒന്ന് മക്കളെ കൊണ്ട് കുടിപ്പിക്കാനായിട്ട് സമ്മതിക്കരുത് കേട്ടോ. കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തരിപ്പേ പോവും, പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും കേട്ടോ. അപ്പോൾ അത് കുടിക്കാതെ അച്ചാർ മാത്രമായിട്ട് കഴിക്കാനായിട്ട് നോക്കുക, അതിന് ചാറ് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ഇത് മാങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാർ എന്ന് പറയണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ, തട്ടിക്കൂട്ടി എടുത്തൊരു വീഡിയോ എന്ന് പറയാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം വരാം.